ഹലോ മക്കളെ, ഇത്തവണ നമ്മുടെ എക്സാം ഹാളിലേക്ക് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുപോകാൻ പാടില്ലാത്തത്, അതായത് എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ ഒരു വീഡിയോ കുറേ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, വളരെ ഷോർട്ട് ആൻഡ് ബ്രീഫായിട്ട് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിക് ഐറ്റംസ്. നമ്മുടെ സ്മാർട്ട് വാച്ചസ് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള ബാക്കിയുള്ള ഹെഡ്സെറ്റ്, ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസസ്, ഇതൊന്നും നമ്മൾ എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ അതായത് നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കണം, അയ്യോ അപ്പോൾ മിസ് ഞങ്ങൾക്കിപ്പോൾ സ്മാർട്ട് വാച്ച് ആണുള്ളത്, അപ്പോൾ ഞങ്ങൾ ഇനി സമയം നോക്കാനായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനലോഗ് വാച്ച് യൂസ് ചെയ്യാം. അപ്പോൾ വാച്ചസിൽ ഡിജിറ്റൽ വാച്ചാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. അതിൽ നമുക്ക് ബാക്കിയുള്ള കാൽക്കുലേഷൻസും ഇടയ്ക്ക് കോപ്പി അടിക്കാനൊക്കെയുള്ള മെത്തേഡ്സ് ഒക്കെ അതിൽ നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ വാച്ചസ് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനലോഗ് വാച്ച് യൂസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ഇനി 30 മിനിറ്റ്സേ ഉള്ളൂ അല്ലെങ്കിൽ 20 മിനിറ്റ്സേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും അല്ലേ. ഇനി അയ്യോ ഈശ്വരാതെ നമ്മുടെ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ എഴുതാനുണ്ടല്ലോ എന്നൊക്കെ അരച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെൻഷൻ നമുക്ക് മാറ്റാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ അനലോഗ് വാച്ചൊക്കെ യൂസ് ചെയ്യുക. ആദ്യം മുതൽ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നല്ല പ്രോപ്പറായിട്ട് ടൈമൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ ഒരു വാട്ടർ ബോട്ടിലോ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതല്ല മിസ് പറയുന്നത്. അതായത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ ചില നമുക്ക് വാട്ടർ ബോട്ടിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇതേപോലെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കവറൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ, അത്തരത്തിലുള്ള കവറിങ് ഒക്കെ ഉള്ള വാട്ടർ ബോട്ടിൽസ് യൂസ് ചെയ്യരുത്. അത് ചിലപ്പോൾ പലരും അതിൻ്റെ ഉള്ളിലേക്ക് എക്സാമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല. കാരണം അത് നമ്മൾ പല മക്കളും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ, പലതരത്തിൽ കോപ്പി അടിക്കാനുള്ള അതിനുള്ളിൽ കുറേ എഴുതി വെച്ചിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ സ്കെച്ച്, അതേപോലെ തന്നെ ഗ്ലിറ്റർ പെൻസിൽ അല്ലെങ്കിൽ ഗ്ലിറ്റർ പെന്നൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ എക്സാം പേപ്പറിൽ നമ്മൾ ഇതൊക്കെ ഗ്ലിറ്റർ പെന്നൊക്കെ വെച്ച് എഴുതി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാർക്കൊക്കെ കിട്ടും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഗ്ലിറ്റർ പെൻ, സ്കെച്ചസ് ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ എക്സാം പേപ്പർ കുറച്ചൊക്കെ നമ്മുടെ സമയം കളയാനും, പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലിറ്റർ പെൻസ് ഒക്കെ ഇങ്ങനെ തിളങ്ങി കണ്ടിട്ട് നമുക്ക് കാര്യം തരും, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആൻസേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്ലിറ്റർ പെൻ, സ്കെച്ചസ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇനി പെൻസിൽ ബോക്സ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പൗച്ചൊക്കെ കൊണ്ടുപോകല്ലോ. അപ്പോൾ ആ പൗച്ചൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പൗച്ചസ് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേറെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പെൻസിൽ ബോക്സ് കൊണ്ടുപോകണം എന്നാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത് കാരണം പിന്നെ എക്സാമിനേഴ്സിന് അതിനെക്കുറിച്ച് വേറെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബിറ്റുകളുണ്ടോ എന്നുള്ളതൊന്നും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ കൂളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിലേക്ക് നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട ആളാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് പലരും എക്സാമിന് മുന്നേ തന്നെ ലാമിനേറ്റ് ചെയ്ത് വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾ ലാമിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതായത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനേഴ്സിന് അവിടെ സൈൻ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ട്. അപ്പോൾ അവർക്ക് സൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ലാമിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ലാമിനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇനി അഥവാ ഇനി ഏതെങ്കിലും സ്കൂളുകാർ അത് ഇൻസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അത് ലാമിനേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്തു. ഇനി അഥവാ അങ്ങനെ ഒരു നിർദ്ദേശം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പോയിട്ട് ലാമിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ആ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ കുറച്ച് കോപ്പീസ് ജസ്റ്റ് ഒരു 3 കോപ്പീസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പം നമുക്ക് അഥവാ എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അഡ്മിറ്റ് കാർഡ്. അപ്പോൾ ഒരു 3 കോപ്പീസ് എടുത്ത് വെക്കുക. പിന്നെ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോയിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇനി കൊണ്ടുപോകാൻ പാടില്ലാത്ത മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ ബിറ്റുകൾ. അപ്പോൾ ഈ ബിറ്റ് വെക്കുന്നത് എല്ലാവർക്കും ഭയങ്കര പലർക്കും ചെയ്യുന്നൊരു മാൽ പ്രാക്ടീസ് ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ചിലപ്പോൾ കൈയിൻ്റെ ഇവിടെ, നമ്മുടെ കോളറിൻ്റെ അവിടെ, അല്ലെങ്കിൽ വേറെ ചെവിയുടെ അവിടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബിറ്റുകൾ വെച്ചിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയുള്ള മാൽ പ്രാക്ടീസസിനൊന്നും നിൽക്കരുത്. അപ്പോൾ നല്ല മക്കളായിട്ട് തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ബിറ്റുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഒന്നും തന്നെ പോകരുത്. നല്ലോണം പഠിച്ച് നമ്മൾ എത്രയാണോ പഠിച്ചിട്ടുള്ളത് അത് ജെനുവൻലി എക്സാമൊക്കെ എഴുതിയിട്ട് നല്ല മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ അയ്യോ ബസ്സിൻ്റെ സീനാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും പഠിക്കാനുള്ള സമയമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ ഇനി തളർന്നിരിക്കാതെ ഇനി എന്ത് ചെയ്യുക, ഉഷാറായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് ആണ് യൂട്യൂബിൽ നമ്മുടെ എക്സാമിനെ ഫാമിലി നിങ്ങൾക്ക് തരുന്നത്. ഫുൾ ക്ലാസ്സസ്
ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഒരു ടെൻഷൻ ഇല്ലാതെ ക്ലാസ്സസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സസ് ഇനി നിങ്ങൾക്ക് മാരത്തോൺസും ഒക്കെ വരും. ഓക്കെ, വലിയ വലിയ ലൈവുകളൊക്കെ നിങ്ങൾക്ക് ഇനി വരും. അപ്പോൾ പരീക്ഷയുടെ തലേ ദിവസം അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലൈവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബിറ്റ് വെക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. പരീക്ഷയുടെ തലേദിവസം ഒന്നും പഠിക്കാത്തവരാണ് ഈ ബിറ്റ് വെച്ച് പോവുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം നന്നായിട്ട് പഠിക്കുക. അപ്പം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാത്രം ചെയ്താൽ മതി? കറക്റ്റായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഫ്രീ ക്ലാസ്സസ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എല്ലാതും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഒരു ടെൻഷൻ ഇല്ലാതെ അടിപൊളിയായിട്ട് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ മിസ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ വാലറ്റ് ആയിക്കോട്ടെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നമ്മുടെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഗൂഗിൾസ് ആയാലും ഇതൊന്നും കൊണ്ടുപോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്നാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഇനി മിസ് എന്തെങ്കിലും ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്.